നമുക്ക് ഒരുമിച്ചൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചാലോ? ഒരു 15 ഡേയ്സ് ചാലഞ്ചാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നെപ്പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടൈമിൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ നിങ്ങളും? എന്നാൽ നിങ്ങൾക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഡേ 1 നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാഷ്വൽ ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മളെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മളെക്കുറിച്ച് വലിച്ചു നീട്ടിയൊന്നും പറയാതിരിക്കുക. ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ട് വേണം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ നെയിം, പ്ലേസ്, നമ്മളെ ജോബ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് ആ ഒരു കാര്യം ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ശരിക്കും നമ്മൾ ഹോബീസ് ഒന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം ഹോബീസിനെ കുറിച്ച് പറയാം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറയാൻ പറ്റുന്ന കാഷ്വൽ ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഹായ് പറയാം, ഹേയ് പറയാം, ഹലോ പറയാം. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ കുറച്ച് പേരെങ്കിലും നമ്മൾ പേര് പറയുന്ന ടൈമിൽ മൈ സെൽഫ് വെച്ച് പറയാറില്ലേ? ഇല്ലെങ്കിൽ മൈ ഗുഡ് നെയിം ഈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇതൊരു തെറ്റായ രീതിയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഇതിൻ്റെ ശരിയായ രീതി എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ വളരെ സിമ്പിളായിട്ട് മൈ നെയിം ഈസ് അല്ലെങ്കിൽ ഐ ആം, ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മളെ നെയിം പറയാവുന്നതാണ്. ഇനി നെക്സ്റ്റ്, ടു ടോക്ക് അബൌട്ട് വേർ യു കം ഫ്രം. നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയാം. അതായത് നമ്മളെ പ്ലേസ് എവിടെയാണെന്ന്. നമ്മളിൽ പലരും പറയൽ ഐ ആം കമ്മിങ് ഫ്രം എന്ന് വെച്ചിട്ടാണ്. ശരിക്കും ഐ ആം കമ്മിങ് ഫ്രം കാസർഗോഡ് എന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോൾ കാസർഗോഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ശരിക്കും ഇതൊരു തെറ്റായ രീതിയാണ്. എന്നിട്ട് ശരിയായ ഫോം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഐ കം ഫ്രം കാസർഗോഡ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഐ ആം ഫ്രം കാസർഗോഡ്, ഈ ഒരു രീതിയിൽ പറയാവുന്നതാണ്. ഇപ്പം നമ്മൾ ഗ്രീറ്റിങ്ങും നെയിമും പ്ലേസും എങ്ങനെയാണ് പറയേണ്ടതെന്ന് പഠിച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്? അത് തന്നെ, ടോക്ക് അബൌട്ട് യുവർ ജോബ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ എങ്ങനെ നമുക്കത് പറയാമെന്ന് നോക്കാം. ഐ ആം നെയിം ഓഫ് യുവർ ജോബ്. എക്സാമ്പിൾ, ഐ ആം ആൻ എൻജിനീയർ, ഐ ആം എ ഡോക്ടർ, ഐ ആം എ ടീച്ചർ. ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിലും പറയാം. നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് കമ്പനീൻ്റെ പേരും കൂടി പറയാം. നെക്സ്റ്റ് നമുക്കിനി വേണമെങ്കിൽ ടോക്ക് അബൌട്ട് അവർ ഹോബീസ്. ഇത് പറയണം നിർബന്ധമില്ല, പക്ഷേ ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. സിമ്പിളായിട്ട് ഐ ലവ്, പിന്നെ നമുക്ക് എന്താണ് ഹോബി അത് പറയാം. എക്സാമ്പിൾ, ഐ ലവ് റീഡിങ് ബുക്സ്, ഐ ലവ് ഹിയറിങ് മ്യൂസിക്. വേറെയും പല രീതിയിൽ നമുക്കിത് പറയാൻ പറ്റും. എക്സാമ്പിൾ, ഐ ആം റിയലി ഇൻ ടു ഹിയറിങ് മ്യൂസിക്. അങ്ങനെ വേറെയും കുറേ ഫോമിൽ നമുക്കിത് പറയാം. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈസി ഫോമാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതെന്ന് പഠിച്ചില്ലേ? ഫസ്റ്റ് ഗ്രീറ്റിംഗ് ചെയ്യണം, പിന്നെ നമ്മളെ നെയിം, പിന്നെ പ്ലേസ്, പിന്നെ നമ്മളെ ജോബ്, വേണമെങ്കിൽ നമ്മളെ ഹോബീസും കൂടി. ഇന്നത്തെ നിങ്ങളെ ഹോംവർക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ച സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ റെഡിയാക്കണം. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്ത് തരാം. അപ്പോൾ എനിക്കും പഠിക്കാം, കൂടുതൽ നിങ്ങൾക്കും പഠിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ്സും കൂടി മനസ്സിലായെന്നോ നോക്കാമല്ലോ. മറക്കാണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളെ ആക്ടിവിറ്റി ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഈ 15 ഡേയ്സ് ചാലഞ്ചിൽ എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നേരായിട്ട് കമൻറ്റ് ഇട്ടുള്ളൂ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ്. ഞാൻ നിങ്ങളെപ്പോലെ പഠിക്കുകയാണ്.